മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടു സ്ലീപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, വില്യം വേർഡ്സ്വർത്തിന്റെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ഈ വീഡിയോയില് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അതേപോലെ തന്നെ അപ്രിസിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വില്യം വേർഡ്സ്വർത്തിന്റെ പോയം പോലെ തന്നെ ഇതിലും നേച്ചറിന് ഒരു എലമെന്റ് ഉണ്ട് അല്ലെ. വില്യം വേർഡ്സ്വർത്ത് എപ്പോഴും പോയിംസ് എഴുതുമ്പോൾ അതിലെല്ലാത്തിനും നേച്ചറിന്റെ ഒരു എലമെന്റ് ഉണ്ടാവാറുണ്ട്. നമുക്ക് നേരെ പോയത്തിലോട്ട് പോവാം. A flock of sheep that leisurely pass by one after one, the sound of rain and bees murmuring, the fall of rivers, winds and seas, smooth fields, white sheets of water and pure sky. Okay, അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന് എന്താണ്, ഉറക്കം കിട്ടാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു പോയമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള നേച്ചറിനെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളുടെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അതായത് ഒരു ആടിന്റെ ഒരു കൂട്ടം എന്താണ്, ലഷർലി, ഭയങ്കര എന്താണ്, ലഷർലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ആഫ്റ്റർ വൺ, ഒന്നിന് പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ സൗണ്ട് ഓഫ് റെയിൻ, എന്താണ് സൗണ്ട് ഓഫ് റെയിൻ. പിന്നെ അതേപോലെ തന്നെ ബീസിന്റെ മേമറിംഗ് ഉണ്ട്. ദ ഫോൾ ഓഫ് റിവേഴ്സ്, അതായത് റിവേഴ്സിന്റെ ഫോൾ സൗണ്ട് കേൾക്കാം. വിൻഡ്സ് ആൻഡ് സീസ്, സ്മൂത്ത് ഫീൽഡ്, വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് പ്യുവർ സ്കൈ. ഓക്കെ, അപ്പൊ നേച്ചറിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയറ്റിക് ഡിവൈസസിന്റെ കാര്യങ്ങളും റൈം സ്കീമും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഓരോന്നിലും ഡിഫറെന്റ് റൈം സ്കീം ആണ് വരാം. ഇപ്പൊ ഞാൻ ഇതിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ നോക്കിയേ, ബൈ, ബീസ്, സീസ്, സ്കൈ. അപ്പോ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ റൈം സ്കീം എ എഴുതി. ബീസ് എന്ന് പറയുമ്പോൾ എന്ത് എഴുതി, ബി എഴുതി. അപ്പോ ഈ എന്താണ്, ഈ ബൈയും ബീസും തമ്മിൽ എന്തില്ല, ബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ബി എഴുതിയത്. പക്ഷെ സീസും ബീസും തമ്മിൽ ബന്ധമുള്ളത് നമ്മൾ ഇവിടെ വീണ്ടും ബി എഴുതി. ബൈയും സ്കൈയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. അപ്പോ എ ബി ബി സി. ഓക്കെ, അത് ഓർത്ത് വെക്കണോട്ടെ. ഇതിൽ ഫസ്റ്റത്തെ റൈം സ്കീം, നിങ്ങൾക്ക് റൈം സ്കീം ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ റൈം സ്കീം വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു കാര്യമാണ് എൻജാബ്മെന്റ്. എൻജാബ്മെന്റ് എന്താണെന്ന് അറിയോ? എൻജാബ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻജാബ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അവിടെ അവസാനിപ്പിക്കാതെ, പോയത്തിൽ എന്നാണ് ഒരു സെന്റൻസ് അവസാനിപ്പിക്കാതെ അപ്പുറത്തേലോട്ട് കിടക്കാനാണ് എന്തെന്ന് പറയാ, എൻജാബ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ നോക്കിയേ, ലെഷർലി പാസ് ബൈ വൺ ആഫ്റ്റർ വൺ. ശരിക്കും വൺ ആഫ്റ്റർ വൺ ഇവിടെ അല്ലേ വരുന്നത്, അതിന് പകരം ഇവിടെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, എൻജാബ്മെന്റ് എന്ന് പറയാം. അപ്പൊ പോയറ്റിക് ഡിവൈസസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താണ് എൻജാബ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് പാരഗ്രാഫ്സ് സ്റ്റാൻസിലോട്ട് പോവാം. ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ് ആൻഡ് സ്റ്റിൽ ഐ ലൈ. ഇതെല്ലാം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റിൽ ഐ ലൈ, ഞാൻ എന്താണ്, കിടക്കാണ്, ഉറങ്ങുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. Okay, sleepless and soon the small birds melodies must hear, first uttered from my orchard trees and the first cuckoo's melancholy cry. Okay, പിന്നെ പറയുന്ന കാര്യമാണെന്ത്, ഞാൻ ഇങ്ങനെ എന്താണ്, എനിക്ക് ഉറക്കം വരാതെ, ഐ ലൈ സ്ലീപ്ലെസ്, ഉറക്കം വരാതെ ഞാൻ വെറുതെ കിടക്കാണ്. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. അപ്പോ അതിൽ പറയുന്ന കാര്യമാണ്, ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണ്, പയ്യെ സ്മോൾ ബേർഡ്സിന്റെ മെലഡീസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ സ്മോൾ ബേർഡ്സിന്റെ മെലഡീസ് എപ്പോഴാണ് കേൾക്കുക? ഒന്ന് ഈവനിങ് ടൈമിലോ ഒന്ന് ഏർലി മോർണിംഗിലോ ആണ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം രാത്രി കിടന്ന് എത്ര മണിയായിപ്പോ, വെളുപ്പിനായിട്ട് അദ്ദേഹം എന്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് അട്ടേർഡ് ഫ്രം ദ ഓർക്കിഡ് ട്രീസ് ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലൻഹോളി ക്രൈ. ഓക്കെ, പിന്നെ പറയുന്ന കാര്യമാണ്, ഫസ്റ്റ് കേട്ടത് എന്താണ്, ഓർക്കിഡ് ട്രീസ് എന്നുള്ള എന്താണ്, ആ ഒരു സ്മോൾ ബേർഡ്സിന്റെ സൗണ്ട് ആണ്. പിന്നെ പറയാണത് ഫസ്റ്റ് കുക്കൂസ് മെലൻഹോളി ക്രൈ എന്ന്. മെലൻഹോളി ക്രൈ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, സങ്കടകരമായ കരച്ചിൽ എന്നാണ്. ഓക്കെ, മെലൻഹോളി ക്രൈ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, സങ്കടകരമായ കരച്ചിലാണ്. പക്ഷെ നമുക്കൊരു കുക്കുവിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് സങ്കടകരമാണോ സന്തോഷമാണോ എന്ന് നമുക്ക് മനസ്സിലാവോ? ഇല്ല. പക്ഷെ ഇവിടെ സങ്കടകരമാണെന്ന് പറയാൻ കാരണം എന്താണ്, അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല. ആ ഉറക്കം കിട്ടാത്ത എന്താണ്, ആ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമാണ് അദ്ദേഹം എന്താണ്, സങ്കടകരമായ കരച്ചിൽ എന്ന് പറഞ്ഞ് മീൻ ചെയ്തത് കേട്ടോ. ബാക്കി നോക്കാം. Even this last night and 2 nights more I lay. അതായത് കഴിഞ്ഞ ദിവസവും അതേപോലെ തന്നെ 2 ദിവസം മുന്നും എന്താണ്, ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കായിരുന്നു. 3 ദിവസമായിട്ട് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. ഓക്കെ, and could not win the sleep by any steel, do not let me wear tonight away. അപ്പൊ എന്താ പറയുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉറക്കത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വിൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഉറക്കം എന്ത് ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തിനെ തേടി ഉറക്കം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു നോട്ട് ലെറ്റ് മീ വിയർ നൈറ്റ് ടു എവേ. അപ്പൊ എന്താണ്, ഇന്നെങ്കിലും എന്താണ് എന്നെ വിട്ടു പോവരുത് എന്ന് ആരോട് പറയാണ്, സ്ലീപ്പിനോട് പറയാണ്. ഓക്കെ, വിത്തൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. അപ്പൊ പറയാണത് ഇവിടെ തീ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ചിലപ്പോ എക്സാമിന് ചോദിക്കാം, ഈ ഒരു പോയത്തില് തീ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ തീ എന്ന് പറയുന്ന ആരാണ്, അതായത് ഐ കുഡ് നോട്ട് വിൻ തീ, അതായത് എന്താ പറയുക, എനിക്ക് ഉറക്കത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല,
ആൻഡ് കുഡ് നോട്ട് വിൻ തീ, സോറി സ്ലീപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ തീ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്ന ആരാണ്? സ്ലീപ്പിനെയാണ് കേട്ടോ. അത് ഓർത്ത് വെക്കണം. തീ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്ന ആരാണ്? സ്ലീപ്പിനെയാണ്. അതേപോലെ തന്നെ പറയുകയാണെന്ത് നോക്കിയേ, വിത്തൗട്ട് തീ, അപ്പോൾ ഇവിടെ തീ എന്ന് പറയുന്ന ആരാണ്? വീണ്ടും സ്ലീപ്പിനെ തന്നെയാണ് കേട്ടോ. വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്, അതായത് നീ ഇല്ലാതെ, ഉറക്കമില്ലാതെ മോർണിംഗ് വെൽത്ത് എന്താണ്? അതായത് ഇപ്പൊ നമ്മളൊരു ദിവസം മൊത്തം ഉറങ്ങിയില്ലേ നമുക്ക് പിറ്റേ ദിവസം എന്തുണ്ടാവില്ല, ഒരു ഉഷാർ ഉണ്ടാവില്ല അല്ലേ, നമുക്ക് ഒട്ടും വെൽത്ത് ഉണ്ടാവില്ല. ഓക്കെ, കം ബ്ലെസ്ഡ് ബാരിയേഴ്സ് ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഓക്കെ, പിന്നെ ചിലപ്പോൾ ചോദിക്കാം ഇവിടുത്തെ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, ഇവിടുത്തെ ബ്ലെസ്ഡ് ബാരിയർ ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടുത്തെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ മൊത്തം എഴുതുന്നില്ല, ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് സ്ലീപ്പിനാണ് കേട്ടോ. അതായത് ഡേ ആൻഡ് ഡേ, ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസവും നാളത്തെ ഒരു ദിവസത്തിന് ഇടയിലുള്ള സംഭവമാണ് ഈ നൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ലീപ്പാണ്. ഓക്കെ, ആ ഒരു ടൈമിലാണ് നമ്മൾ ഉറങ്ങുക. അപ്പൊ ഇവിടുത്തെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സ്ലീപ്പിനാണ്. ഓക്കെ, ഈ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓക്സിമോറോൺ ആണ് കേട്ടോ. ഇവിടുത്തെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിമോറോൺ ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്സിമോറോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് പറഞ്ഞാണ് ഓക്സിമോറോൺ എന്ന് പറയാം. ഇപ്പൊ ബ്ലെസ്ഡും ബാരിയറും എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിന് രണ്ടിനെ എന്താണ് ബന്ധിപ്പിച്ച് പറഞ്ഞാണ് ഓക്സിമോറോൺ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയ്സ് ഹെൽത്ത്. ഓക്കെ, അപ്പൊ എന്താണ്? എന്നെ ബ്ലെസ് ചെയ്യൂ, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയ്സ് ഹെൽത്ത്. അതായത് നമുക്ക് എപ്പോഴും ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രഷ് തോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്ലീപ്പ് വേണം. അപ്പോൾ എന്നെ ബ്ലെസ് ചെയ്യൂ, എന്റെ കൂടെ വരൂ എന്ന് സ്ലീപ്പിനോട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ലൈൻസിൽ വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. ഓക്കെ, അപ്രീസിയേഷൻ നോക്കാം. വില്യം വേർഡ്സ്വർത്ത് ഈസ് നോൺ ഫോർ ഹിസ് നേച്ചർ പോയംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത് എപ്പോഴും അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നേച്ചർ പോയംസിനെ പറ്റിയാണ്. ഓക്കെ, ദ സോണറ്റ് സ്ലീപ്പ് ഡിസ്ക്രൈബ്സ് ദ എക്സ്പീരിയൻസ് ഓഫ് പോയറ്റ് ഓഫ് എ സ്ലീപ്ലെസ് നൈറ്റ് ആൻഡ് ഹിസ് ഇൻവിറ്റേഷൻ ടു സ്ലീപ്പ്. അതായത് ഈ സ്ലീപ്പ് എന്ന് പറയുന്ന സോണറ്റ് എന്തിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതായത് പോയറ്റിന്റെ സ്ലീപ്ലെസ്സിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല? ഉറക്കം കിട്ടുന്നില്ല. അതിനെ പറ്റിയാണ് ഇത് ഈ ഒരു മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ദ സ്ലീപ്ലെസ്നെസ് ഓഫ് എ മാൻ വിതൗട്ട് സ്ലീപ്പ്. അതായത് ഹെൽപ്ലെസ്നെസ് കേട്ടോ. ഓക്കെ, അതായത് ഒരു മാൻ എന്താണ് ഉറക്കം കിട്ടാണ്ടാവുമ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു നിസ്സഹായതയെ പറ്റിയാണ് ഈ ഒരു പോയം മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദ പോയറ്റ് കുഡ് നോട്ട് സ്ലീപ് ഫോർ 3 days. 3 ദിവസമായിട്ട് നമ്മുടെ പോയറ്റിന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അറ്റ് നൈറ്റ് ഹി തിങ്സ് ഓഫ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് ചാമിങ് സൗണ്ട്സ് ഓഫ് നേച്ചർ. ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹം രാത്രികാല സമയങ്ങളിൽ എന്താണ് ഈ ഒരു നേച്ചറിന് എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ്സും ചാമിങ് ആയിട്ടുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഹി റിമെമ്പേഴ്സ് ദ ഷീപ്പ്, സ്മൂത്ത് ഫീൽഡ്സ്, വാട്ടർഫോൾ, സ്കൈ, ദ സൗണ്ട് ഓഫ് റെയിൻ, വിൻഡ്, റിവർ, സീസ് ആൻഡ് ദ മർമറിംഗ് ഓഫ് ബീസ്. ഓക്കെ, അദ്ദേഹം പല പല കാര്യങ്ങളായൊരു സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? ഷീപ്പിനെ പറ്റിയിട്ടും സ്മൂത്ത് ഫീൽഡിനെ പറ്റിയിട്ടും വാട്ടർഫോൾ, സ്കൈ, ദ സൗണ്ട് ഓഫ് റെയിൻ, വിൻഡ്, റിവർ, സീ ആൻഡ് ദ മർമറിംഗ് ഓഫ് ബീസ്, എല്ലാത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. യെറ്റ് സ്ലീപ്പ് ഹാസ് നോട്ട് ബ്ലെസ്ഡ് ഹിം. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തില്ല? സ്ലീപ്പ് അദ്ദേഹത്തിന് ബ്ലെസ് ചെയ്തില്ല. ഓക്കെ, അതായത് ഉറക്കം അദ്ദേഹത്തിന് വന്നില്ല. ഓക്കെ, he knows that within a while the cry of cuckoo and the first music of bird will be heard from his orchard. അപ്പൊ അദ്ദേഹത്തിന് എന്തറിയാം? അല്പസമയത്തിനകം എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കുക്കുവിന്റെ ക്രൈയും അതേപോലെ തന്നെ എന്താണ് ആ ഒരു ഓർക്കിഡ് ട്രീന്ന് ബേർഡ്സിന്റെ സ്മോൾ ബേർഡ്സിന്റെ കരച്ചിലും ഒക്കെ കേൾക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് അറിയാം. The poet realizes that sleep is barrier between 2 days. അപ്പൊ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവാണ്? സ്ലീപ്പ് എന്ന് പറയുന്നതാണ് 2 ഡേയ്സിന് ഇടയിലുള്ള ബാരിയർ ആണെന്ന് ആർക്ക് മനസ്സിലാവാണ്? നമ്മുടെ പോയറ്റിന് റിയലൈസ് ആവാണ്. A morning will be not be worthful without sleep. ഒരു ദിവസം, ഒരു രാവിലെ എന്ന് പറയുന്നതാണ് സ്ലീപ്പ് ഇല്ലാത്ത ഒരു ദിവസം ഒരിക്കലും എന്താവില്ല? വർത്ത്ഫുൾ ആവില്ല. അതിനൊട്ടും വില ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഓക്കെ, he sends his prayers to mother sleep to bless him since it helps a man with his physical and mental health. പറയാണത് അദ്ദേഹത്തിന് മദർ സ്ലീപ്പിനോട് എന്താണ് പ്രേ ചെയ്യാണ്, എനിക്ക് എങ്ങനെയൊന്ന് ഉറക്കം കിട്ടണേ എന്ന് പ്രേ ചെയ്യാണ്. കാരണം എന്താണ്? നമുക്ക് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്ലീപ്പ് വേണം. ഓക്കെ, the insomnia condition of poet is vividly pictured in the poem. Insomnia എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉറക്കം കിട്ടാണ്ടാവുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇതിനെയാണ് ഇൻസോമാനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ ആണ് പോയറ്റ് ഈ ഒരു പോയത്തിൽ പിക്ചർ ചെയ്തിരിക്കുന്നത്. സ്ലീപ്പ് ഈസ് എ സോണറ്റ് റിട്ടേൺ വിത്ത് എ റിതം സ്കീം ABBA CDC CDC. ഈ ഒരു റൈം സ്കീമിലാണ് ഈ ഒരു പോയ ഉള്ളത്. അപ്പൊ റൈം സ്കീം ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കാം കേട്ടോ. സ്ലീപ്പ് ആസ് എ മദർ ഈസ് പേഴ്സോണിഫിക്കേഷൻ. സ്ലീപ്പിന് ഒരു മദർ ആയിട്ട് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ആൻഡ് ബ്ലെസ്ഡ് ബാരിയർ ഈസ് ഓക്സിമോറോൺ. അപ്പൊ ഇതാണ് ഇതിലെ പോയറ്റ് ഡിവൈസ് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് അപ്രീസിയേഷനും കാര്യങ്ങളും പഠിച്ചു വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.